നിങ്ങൾ ഐഫോൺ 16 വാങ്ങാനായിട്ട് ആലോചിക്കുന്നുണ്ടോ? ഇപ്പൊ 82,900 രൂപയ്ക്ക് ഇത് നല്ലൊരു ഡീലാണല്ലേ. പക്ഷെ നിങ്ങൾ അവിടെ നിന്നേ ശരിക്കും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കോ? നമുക്ക് നോക്കിയാലോ. അപ്പൊ ആദ്യത്തെ കേസ് ക്രെഡിറ്റ് കാർഡിൽ EMI എടുക്കുന്ന നോക്കാം. അപ്പോൾ 12.25 മുതൽ 15.75% വരെ ഇൻട്രസ്റ്റിൽ. അപ്പോൾ ഇവിടെ ഫൈനൽ കോസ്റ്റ് വരുന്നത് 93,000 രൂപയാണ്. അതായത് ഇവിടെ 10,000 രൂപ ജസ്റ്റ് ഇൻട്രസ്റ്റ് ആയിട്ട് എക്സ്ട്രാ അടയ്ക്കണം. പക്ഷേ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ആപ്പിൾ എല്ലാ വർഷവും ഐഫോണിന്റെ പുതിയ മോഡൽ ലോഞ്ച് ചെയ്യാറുണ്ട്. ഐഫോണിൽ മാത്രമല്ല എല്ലാ സ്മാർട്ട് ഫോണിലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങളുടെ ഐഫോൺ 16 വാല്യൂ പെട്ടെന്ന് ഇവിടെ നഷ്ടമാവും. അപ്പോൾ നമുക്കിവിടെ കഴിഞ്ഞ 2 വർഷത്തിൽ ഐഫോൺ 15 ട്രെൻഡ് ഒന്ന് നോക്കാം. അതായത് 2 വർഷത്തിൽ 50% ഇവിടെ ഡ്രോപ്പ് അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങളിപ്പോൾ 2025 ഐഫോൺ 16 വാങ്ങുന്നുണ്ടെങ്കിൽ 2027 ആകുമ്പോഴേക്കും ഏകദേശം 40,000 രൂപയോളം ആയിട്ട് മൂല്യം കുറയും ഇവിടെ. അപ്പം നിങ്ങളിപ്പം ഇങ്ങനെ വിചാരിക്കുക, നിങ്ങളിപ്പോൾ ഇവിടെ EMI വഴി 93,000 രൂപ കൊടുത്ത് വാങ്ങി എന്നുള്ള കാര്യം. അപ്പോൾ ഇതിന്റെ മേലെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റുള്ള 90,000 രൂപയോളം ബ്ലോക്ക് ആയിട്ടാണുള്ളത്. സോ നിങ്ങളിപ്പം EMI വഴി ഐഫോൺ പോലത്തെ ഒരു ഡിപ്രീഷിയേറ്റിംഗ് അസറ്റ് ഒക്കെ വാങ്ങുന്നത് ഒരു ട്രാപ്പാണ്. കാരണം നിങ്ങൾ എന്താണ് വലിയൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഇവിടെ അവസാനം കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം നിങ്ങളിപ്പം ഐഫോൺ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ കമന്റ്സിൽ അത് നമ്മളോട് ഷെയർ ചെയ്യുക.